ജാർഖണ്ഡിൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമാവുകയാണ്. സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. റാഞ്ചിയിൽ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. ലാത്തിചാർജിൽ നിരവധി വിദ്യാർത്ഥികൾക്കും പോലീസുകാർക്കും പരിക്കേറ്റു. സമരനേതാവ് ദേവേന്ദ്രനാഥ് മഹാതോയെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രതിപക്ഷം വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ ലാഭത്തിനായി തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ വിമർശിച്ചു. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും. അതിലപ്പോൾ CJP പ്രതിഷേധത്തിൽ നിന്ന് ജന്തർ മന്ദറിലെ സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട വിദ്യാർത്ഥികളാണ്. അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. ചർച്ചയിലൂടെയും കാര്യം സമവായത്തിൽ എത്തുന്നില്ല. അവരുടെ ഉറച്ച നിലപാടിൽ അവർ തുടരുകയാണ്. CBI അന്വേഷണം മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതിപ്പോൾ ഇന്നലെ ഈ ഒരു വിദ്യാർത്ഥികൾക്കെതിരെ നടന്നിട്ടുള്ള ഒരു പോലീസ് പ്രക്ഷോഭം, പോലീസ് അടിച്ചമർത്താൻ ശ്രമിച്ചു, അത് ശരിയായില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പറഞ്ഞു. അപ്പോൾ ഹേമന്ത് സോറൻ സർക്കാർ പ്രതിരോധത്തിലാണോ? അതിൽ ഉറപ്പായും പ്രയോഗത്തിലാണ്. 4 മന്ത്രിമാരാണ് ഹേമന്ത് സോറൻ സർക്കാരിൽ ജാർഖണ്ഡിൽ കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും ഇക്കാര്യത്തിൽ വലിയ തോതിൽ ദേശീയ തലത്തിൽ പ്രതിരോധത്തിലാവുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യമാണ് ഭരിക്കുന്നത്. ഇന്നലെ രാത്രി വൈകിയും ഈ പ്രക്ഷോഭകാരികൾ, പ്രത്യേകിച്ച് ജാർഖണ്ഡിലെ PSC പബ്ലിക് സർവീസ് കമ്മീഷന്റെയും ഒപ്പം ഈ ഉദ്യോഗാർത്ഥികൾക്കുള്ള പരീക്ഷകൾ നടത്തുന്ന സംവിധാനങ്ങളിലെ അഴിമതി ചൂണ്ടിക്കാട്ടി, ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധമാണ് തുടരുന്നത് വിദ്യാർത്ഥികളുടേത്. ഇന്നലെ അത് ജാർഖണ്ഡ് നിയമസഭാ വളപ്പിനുള്ളിലേക്ക് പ്രതിഷേധക്കാർ കയറുന്ന സ്ഥിതി വരെ എത്തി. പലപ്പോഴും ലാത്തി ചാർജ് ഉപയോഗിച്ചു, കണ്ണീർ വാതകം പ്രയോഗിച്ചു. ആ നിലയിൽ കൂടുതൽ സംഘർഷമാകുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. അതെങ്ങനെയാണ് ന്യായീകരിക്കാനാവുക എന്ന ചോദ്യം BJP ചോദിച്ചിരുന്നു. അതിന് മറുപടി എന്ന നിലയിൽ തന്നെയാണ് ഇന്നലെ വൈകുന്നേരം മാധ്യമങ്ങൾ കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി ഒരു തരത്തിലുള്ള പോലീസ് നടപടിയെയും എവിടെ നടന്നാലും വിദ്യാർത്ഥികൾക്കെതിരെയാണെങ്കിൽ അംഗീകരിക്കില്ല എന്ന നിലപാട് രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഈ സമരനായകനായി ദേവേന്ദ്രനാഥ് മഹത്തോ നിരാഹാര സമരം അനുഷ്ഠിക്കുകയായിരുന്നു. ദേവേന്ദ്രനാഥ് മഹത്തോ ആംബുലൻസിൽ സമരവേദിയിലേക്ക് വരുന്നതും പ്രതിഷേധത്തിൽ പങ്കാളിയാകുന്നതുമൊക്കെ വലിയ ആവേശത്തോടു കൂടിയാണ് വിദ്യാർത്ഥികൾ കണ്ടത്. മഹത്തോയെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട് എന്ന വാർത്തയാണ് ജാർഖണ്ഡിൽ നിന്ന് വരുന്നത്. സമരം തുടരാനുള്ള തീരുമാനം തന്നെയാണുള്ളത്. മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കും വരെ സമരം തുടരും എന്ന് തന്നെ വിദ്യാർത്ഥി പ്രക്ഷോഭകർ പറയുകയാണ്. ശരി.